ഇത് അവരുടെ കാലമല്ലേ, ജെൻസിയുടെ കാലം. ആ കാലത്ത് അവർ തീരുമാനിക്കും ആര് വീഴണം ആര് വാഴണം. അതിശയോക്തിയായി കാണണ്ട. പാറ്റക്കൂട്ടം എന്ന് വിളിച്ചെഴുതി തള്ളിയ ആ കൂട്ടം അവരുടെ തലമുറയ്ക്ക് വേണ്ടി നടത്തിയ പോരാട്ടം വിജയം കണ്ട ദിവസം. ഇത് അവരുടെ കാലമെന്ന് നമ്മൾ പറഞ്ഞേ മതിയാകൂ. പിന്നാലെ വന്നവരുടെ വിജയമല്ല, തുടങ്ങി വെച്ചവരുടെ വിജയം മാത്രമാണിത്. നമ്മുടെ കുട്ടികളുടെ വിജയം. അതുകൊണ്ട് മാത്രം പോരാ, അവർ തുടങ്ങി വെച്ച പോരാട്ടം അവസാനിപ്പിക്കുന്നിടത്ത് നിന്ന് കയ്യടികൾ അവസാനിച്ചു കഴിഞ്ഞ് ഈ ശുദ്ധീകരണ പ്രക്രിയ ഏറ്റെടുക്കാൻ ആരുണ്ട് എന്നാണ് അറിയേണ്ടത്. ഇതൊരു മുന്നറിയിപ്പായി കണ്ട സർക്കാർ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് അറിയേണ്ടത്. രാജി കഴിഞ്ഞു, ഇനിയെങ്കിലും നന്നാവുമോ? ഇന്നത്തെ പ്രൈം സ്റ്റോറി. ചോദ്യത് പേപ്പർ ചോർച്ചയിൽ ദീർഘനാൾ നീണ്ട പ്രതിഷേധങ്ങൾക്കൊടുവിൽ, വിവാദങ്ങൾക്കൊടുവിൽ ഗത്യന്തരമില്ലാതെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. രാജിവെക്കേണ്ടതില്ല എന്നായിരുന്നു സർക്കാരിന്റെ നിലപാടെങ്കിലും അവസാന നിമിഷം ധർമ്മേന്ദ്ര പ്രധാൻ രാജി പ്രഖ്യാപിക്കുകയായിരുന്നു. സമരത്തിൽ പങ്കെടുത്തവർക്കെതിരായ കേസുകളെല്ലാം റദ്ദാക്കി, മരിച്ച കുട്ടികളുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം അടക്കം CJP എന്ന കോക്രോച്ച് ജനതാ പാർട്ടി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെല്ലാം സർക്കാർ അംഗീകരിച്ചു. 35-ാം ദിവസം സമരം അവസാനിച്ചിരിക്കുന്നു. The Cockroach Janata Party declares that we withdraw the agitation in good faith and understanding that the agreed upon terms will be executed within the agreed upon timeline. हम तमाम मांगे जो हमारी थी वो मान ली गई है, तो हम इमीडिएट इफेक्ट से प्रोटेस्टर से रिक्वेस्ट करते हैं कि आप विड्रॉ करें, पीसफुली अपने घर वापस जाएं और आगे की जो भी हमारी रणनीति होगी या बातचीत होगी उससे हम आपको अवगत कराएंगे. लेकिन प्रोटेस्टर से हम रिक्वेस्ट करते हैं कि इमीडिएट इफेक्ट से आप विड्रॉ करें, हमारी मांगे जो है वो मान लीजिए. പരീക്ഷാ പരിഷ്കരണത്തിൽ അടുത്ത മാസം വീണ്ടും ചർച്ച നടക്കുമെന്നാണ് സർക്കാർ നൽകുന്ന ഉറപ്പ്. कोई भी एक्शन FIR न हो और अगर है तो वो विड्रॉ हो, वो चाहे दिल्ली पुलिस के द्वारा हुआ हो, चाहे वो BJP रूल स्टेट्स में कहीं हुआ हो, तो वो FIR की कॉपी भी इनको हम देंगे और उसको विड्रॉ करने की बात कोई भी एक्शन नहीं होगा. इस बात को सरकार ने स्वीकारा है जो प्रोटेस्टर्स के साथ प्रोटेस्ट के दौरान हुआ है. ലക്ഷ്യങ്ങൾ നേടി ഇനി വീട്ടിലേക്ക് മടങ്ങണമെന്ന പ്രതിഷേധക്കാരോട് CJP. ജനാധിപത്യത്തിന്റെ വിജയമെന്ന് അവർക്കൊപ്പം നിന്ന സോനം വാങ്ചുക്. जो कदम सरकार ने और धर्मेंद्र प्रधान जी ने लिया उसका स्वागत करता हूं, सम्मान करता हूं और सभी देशवासियों को बधाई देता हूं कि ये एक लोकतंत्र की जीत है जो आज हमने देखा और इसे ऐसा ही आगे भी हम सुरक्षित रखें लोकतंत्र को भारत में. और देश की युवा पीढ़ी को मैं बधाई देना चाहता हूं और धन्यवाद देना चाहता हूं CJP के हमारे टीम और भाइयों और बहनों को जिन्होंने ये मुद्दा उठाया सबसे पहले और जो वॉलंटियर्स जिन्होंने उनका साथ निभाया, लोकतंत्र के लिए खड़े हुए, उन सब का सम्मान करता हूं मैं.
കോൺഗ്രസും CPM-ഉം ആം ആദ്മിയും ഉൾപ്പെടെ പ്രതിപക്ഷ നിരയിലെ പേരെടുത്ത പാർട്ടികളെല്ലാം ജെൻസി വിപ്ലവത്തിന് ഊർജം പകർന്നു. മടിച്ചു നിന്ന് അവസാന ഘട്ടത്തിലാണ് എത്തിയതെങ്കിലും അവർക്കും അഭിമാനിക്കാം. പുതിയ തലമുറയ്ക്ക് വേണ്ടി ശബ്ദമുയർത്താനായതിൽ യുവാക്കളുടെ വിജയമാണിതെന്ന് രാഹുൽ ഗാന്ധി. प्रधान एक सिंबल है, करप्शन का सिंबल, एजुकेशन सिस्टम के डिस्ट्रक्शन का सिंबल, इनकॉम्पिटेंस का सिंबल. उसको तो जाना ही था और अच्छा है कि वो गया. बट अब कॉन्क्रीट स्टेप्स एजुकेशन सिस्टम को बदलने की सरकार को लेने पड़ेंगे. बहुत बड़ा मुद्दा है. स्टूडेंट्स की 2 और मांगे थी. पहली मांग, जिन लोगों ने स्टूडेंट्स पर आक्रमण किया, अटैक किया, मारा, इम्प्लीमेंटर्स एंड ऑर्गेनाइजर्स दोनों पर कार्रवाई होनी चाहिए. और दूसरी बात, जो मेन ऑपरेटर हैं सिस्टम के, नरेंद्र मोदी जी, उनको हिंदुस्तान के स्टूडेंट्स से अपोलोजाइज करना चाहिए. യുവതയുടെ പിന്നിൽ അണിനിരന്നതിൽ കോൺഗ്രസിന് അഭിമാനിക്കാം. അടി തെറ്റിയാൽ ആരും വീഴുമെന്നതിന്റെ തെളിവാണ് പ്രധാന രാജിയെന്ന് KC വേണുഗോപാൽ. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെയും യുവതയുടെയും ഉജ്ജ്വലമായ പോരാട്ടത്തിൻ്റെ അഭൂതപൂർവമായിട്ടുള്ള വിജയമാണ് ഇന്ന് ഇന്ത്യ ദർശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും സമൂർത്ത രൂപമായിട്ട് ഏത് സമരങ്ങളെയും നേരിടാൻ എനിക്ക് ശക്തിയുണ്ട് എന്നുള്ള ധാർഷ്ട്യം കാണിച്ച പ്രധാനമന്ത്രി മുട്ടുമടക്കി പരാജയപ്പെടുന്ന ചിത്രം കൂടിയാണ് ഇത്. കാരണം ഇത് മുൻപേ ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് ചോര ചിന്തൽ ഒഴിവാക്കാമായിരുന്നു. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇന്ത്യയിലെ കുട്ടികളും യുവതയും നടത്തിയ ഈ പോരാട്ടത്തിൽ അവരുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഈ പോരാട്ടത്തിന് കരുത്തു പകരുന്നതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സംഭാവന ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടത്തിയിരിക്കുന്ന ഉജ്ജ്വലമായ പോരാട്ടം, MP-മാരെയും കൊണ്ടുള്ള എല്ലാ ചട്ടവട്ടങ്ങളെയും സുരക്ഷാ ക്രമങ്ങളെയും എല്ലാം പാറ്റിൽ പറത്തി സ്വന്തം ജീവൻ എന്തു പറ്റിയാലും ഈ കുട്ടികളുടെ ന്യായമായ ആവശ്യങ്ങൾ നടത്തപ്പെടണം എന്നുള്ള ചിന്താഗതിയോട് നടത്തിയ പോരാട്ടത്തിൻ്റെ വിജയമാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ചരിത്രത്തിലെ നിർണായക നിമിഷമെന്ന് പ്രിയങ്ക ഗാന്ധി. എല്ലാ ഭരണകർത്താക്കൾക്കുമുള്ള പാഠമാണിതെന്നും പ്രിയങ്ക. And I think we should all remember this date as a historic date in the history of our nation and in the life of our nation, because it is the day the youth of our country, the students of our country, have started to take their country back in their own hands. They have proved that if you stand up for something that is right, every right-thinking Indian, everyone who believes in the Constitution, everyone who respects the fight for our freedom will stand by you. Force was applied against them. Pellet guns were fired at them. Water cannons were fired at them. Tear gas was fired at them. But the youth of our country did not bend. The government had to bend. It is a victory for the students, for the youth of India, the young people of India, the students of India have fought this fight bravely and that they have won it. ഇന്ത്യൻ യുവജന വിദ്യാർത്ഥി സമര ചരിത്രത്തിന്റെ അഭിമാനകരമായ പുതിയ ചരിത്രമെന്നായിരുന്നു CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം. യുവജന വിദ്യാർത്ഥി സമരങ്ങളുടെ ചരിത്രത്തിൽ അഭിമാനാർഹമായ ഒരു പുതിയ അധ്യായം തന്നെ എഴുതി ചേർത്തുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും സമരത്തിൻ്റെ ഒരു ഘട്ടത്തിൻ്റെ വിജയമാണ്. BJP ഭരണത്തിൻ്റെ അവസാനത്തിൻ്റെ തുടക്കമാണ് ഈ വിദ്യാർത്ഥി സമര വിജയത്തിലൂടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിക്കും അവർക്ക് പിന്തുണ നൽകിയ ഇന്ത്യ സഖ്യത്തിനും പുറമെ ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ ആകെ വിജയമാണ്. വരാനിരിക്കുന്ന തലമുറ അപ്രധാനരല്ല, അവർ പ്രസക്തരാണ് എന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു ഇത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സാമൂഹിക വിഷയങ്ങളിൽ താല്പര്യമില്ലാത്ത, രാഷ്ട്രീയം അറിയാത്ത, രാഷ്ട്രീയം ശ്രദ്ധിക്കാത്തവർ എന്ന് പറഞ്ഞ് മുദ്രകുത്തിക്കളഞ്ഞ ആ ജൻസികളുടെ മുഴുവൻ വിജയം. സമരം കഴിഞ്ഞ ആ കുട്ടികൾ മടങ്ങുമ്പോൾ ഇനി എന്ത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പരീക്ഷകളിൽ, തൊഴിലിൽ, ജീവിതത്തിലാകെ യുവതലമുറ രാജ്യത്തിനോട്, സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് അക്കൗണ്ടബിൾ ആകണമെന്നതാണ്. അതിന് സർക്കാർ തയ്യാറാകുമോ? സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഇങ്ങനെ കുട്ടികൾ തെരുവിലേക്ക് ഇറങ്ങാതെ അതിലേക്ക് അവരെ കൊണ്ടുവരാൻ പ്രതിപക്ഷം തയ്യാറാകുമോ? ഇതാണ് $1 million ക്വസ്റ്റ്യൻ.